സോ എല്ലാവരോടും വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമായിട്ടല്ല, നമ്മുടെ പിങ്ക് പാന്തർ എന്ന ഒരു കാർട്ടൂണിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. പണ്ടൊക്കെ വൈകുന്നേരമായാൽ ടി വിയുടെ മുന്നിൽ പോയി ഇരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പിങ്ക് പാന്തർ. ആ ഐക്കോണിക് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം വരുമല്ലേ. ആരും ഒരക്ഷരം മിണ്ടാതെ തൻ്റെ ആ സ്റ്റൈലിഷ് നടത്തും രസകരമായ തമാശകളുമായി പിങ്ക് പാന്തർ നമ്മുടെ ഹൃദയം കീഴടക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾ പോലും അറിയാതെ പോയി. പക്ഷേ ആ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പിങ്ക് പാന്തറിന് പിന്നിൽ ഒരു ഇരുണ്ട രഹസ്യമുണ്ട്. നമ്മൾ പോലും അറിയാതെ ആ കാർട്ടൂൺ ഒരു വലിയ കഥയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആ രഹസ്യം അറിഞ്ഞാൽ ഇനി നിങ്ങൾ ആ കാർട്ടൂൺ പഴയതുപോലെ കാണില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പിങ്ക് പാന്തറിന്റെ യഥാർത്ഥ കഥയെക്കുറിച്ചാണ്. ഈ തിയറി അനുസരിച്ച് പിങ്ക് പാന്തർ വെറും ഒരു പൂച്ചയല്ല, മറിച്ച് ഗുരുതരമായ മാനസിക രോഗമുള്ള ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഷൈസോഫ്രീനിയ എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളെയാണ് ഈ കാർട്ടൂൺ കാണിക്കുന്നത്. കാർട്ടൂണിലെ പിങ്ക് പാന്തറിന്റെ ലോകം യഥാർത്ഥത്തിൽ ഒരു രോഗിയുടെ മനസ്സിന്റെ ലോകമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചെന്ന് വരില്ല, പക്ഷേ ഇതിന് ചില തെളിവുകളുണ്ട്. പിങ്ക് പാന്തറിന്റെ ഏറ്റവും വലിയ ശത്രു ആ ചെറിയ മനുഷ്യനാണ്. ഒരു ഡോക്ടറെ പോലെ തോന്നിക്കുന്ന ഒരാൾ. ഈ തിയറി അനുസരിച്ച് ആ ചെറിയ മനുഷ്യൻ പിങ്ക് പാന്തറിന്റെ ഭാവനയിൽ മാത്രമുള്ളൊരു കഥാപാത്രമാണ്. അതായത് ഷൈസോഫ്രീനിയ രോഗമുള്ള ഒരാൾക്ക് പലപ്പോഴും കാണുന്ന ഹാലൂസിനേഷനാണ് ഈ ചെറിയ മനുഷ്യൻ. പിങ്ക് പാന്തറിനെ ശല്യപ്പെടുത്താനും പിടിക്കാനും ആ മനുഷ്യൻ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പിങ്ക് പാന്തറിന്റെ ജീവിതത്തിൽ എവിടെയും സമാധാനം കൊടുക്കാതെ അയാൾ പിന്നാലെ നടക്കുന്നു. ഇതൊരു രോഗിക്ക് തൻ്റെ രോഗാവസ്ഥയോട് തോന്നുന്ന ഭയത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെയും കാണിക്കുന്നു. പിങ്ക് പാന്തറിന്റെ ലോകത്ത് ആരും സംസാരിക്കുന്നില്ല. പിങ്ക് പാന്തറിന് തൻ്റെ ചിന്തകളോ ഇഷ്ടക്കേടുകളോ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല. ഇതും ഷൈസോഫ്രീനിയ പോലുള്ള രോഗങ്ങളുടെ ഒരു പ്രധാന ലക്ഷണമാണ്. സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് തൻ്റെ മാനസികാവസ്ഥ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാതെ പിങ്ക് പാന്തർ തൻ്റെ ലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. കാർട്ടൂണിലെ ലോകം വളരെ വിജനവും വിചിത്രവുമാണ്. ചിലപ്പോൾ ഒരു മുറിയിൽ, ചിലപ്പോൾ ഒരു വീട്ടിൽ, ചിലപ്പോൾ ഒരു കടലിൽ. ഈ സ്ഥലങ്ങൾ ഒരുപക്ഷെ രോഗിയായ പിങ്ക് പാന്തറിന്റെ മനസ്സിന്റെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് കാണിക്കുന്നത്. ലോകം അവന് ഭംഗിയില്ലാത്തതും ഒട്ടും സുരക്ഷിതമല്ലാത്തതുമായി തോന്നുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ചുറ്റും ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നത്. പിങ്ക് പാന്തറിന്റെ ആ കളർ പോലും ഒരു സൂചനയാണ്. സമൂഹം കാണുന്ന കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിറങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് അവൻ ജീവിക്കുന്നത്. ഈ പിങ്ക് നിറം അവനെ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവൻ എവിടെ പോയാലും അവൻ്റെ നിറം കാരണം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇത് ഒരുതരം സാമൂഹിക ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തിയറി ഇവിടെ അവസാനിക്കുന്നില്ല. പിങ്ക് പാന്തർ കാർട്ടൂൺ സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വിമർശനവും കൂടിയാണ് എന്ന് ചിലർ പറയുന്നു. മാനസിക രോഗമുള്ളവരെ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നതിൻ്റെ ഒരു കണ്ണാടിയാണിത്. ചെറിയ മനുഷ്യൻ പിങ്ക് പാന്തറിനെ ഒരു അബദ്ധമായിട്ടാണ് കാണുന്നത്. അവനെ മാറ്റിയെടുക്കാനും നേരെയാക്കാനും അയാൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കാർട്ടൂൺ നമ്മളോട് പറയുന്നത് വ്യത്യസ്തരായ ആളുകളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ അവർ എന്താണോ അങ്ങനെ സ്വീകരിക്കാൻ സമൂഹം ശ്രമിക്കണം എന്നൊരു സന്ദേശം ഈ ഒരു കാർട്ടൂൺ തരുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതാണെന്നും പിങ്ക് പാന്തർ കാർട്ടൂണിൻ്റെ ഈ മറഞ്ഞിരിക്കുന്ന കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എങ്ങനെയായാലും ഇനി ഈ കാർട്ടൂൺ കാണുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മ വരുമോ? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും അറിയിക്കാൻ ശ്രമിച്ചേക്കുക.